നമസ്കാരം. നീറ്റ് അടക്കം പരീക്ഷാ ക്രമക്കേടുകളിൽ ചർച്ച വേണമെന്ന് കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും നടപടി ഉണ്ടായില്ലെന്നും രാഹുൽ ഗാന്ധി. പരീക്ഷാ ക്രമക്കേടുകളിൽ ചർച്ച വേണമെന്ന് നേരത്തെ സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് രാഹുൽ വ്യക്തമാക്കി. അനുകൂല നടപടിയില്ലാതിരുന്നതിനാലാണ് പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതെന്നും വീഡിയോ സന്ദേശം പങ്കുവച്ച് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളെ ഡൽഹി പോലീസ് ഇന്നലെ രാത്രിയോടെ വിട്ടയച്ചു. കസ്റ്റഡിയിലെടുത്ത് 3.5 മണിക്കൂറിന് ശേഷമാണ് തുഗ്ലക് റോഡ്, മന്ദിർ മാർഗ് സ്റ്റേഷനുകളിൽ നിന്ന് നേതാക്കളെ പുറത്തുവിട്ടത്. നേതാക്കളുടെ ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമവും ലഹരി, പരീക്ഷാ ക്രമക്കേടുകളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് വിട്ടയക്കപ്പെട്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന CJP പ്രക്ഷോഭത്തിനു നേരെ പോലീസ് നടത്തിയ കണ്ണീർ വാതക പ്രയോഗത്തിലും ക്രൂരമായ ലാത്തി ചാർജിലും പരിക്കേറ്റ വിദ്യാർത്ഥികളെ പിന്തുണച്ചാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിത മാർച്ച് സംഘടിപ്പിച്ചത്. സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായ 7 ലോക് കല്യാൺ മാർഗിലെത്തി കോൺഗ്രസ് നേതാക്കൾ പെട്ടെന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു. പ്രതിഷേധം നിയന്ത്രണാതീതമായതോടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും അനുനയ നീക്കങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പാർലമെന്റിൽ നീറ്റ് വിഷയം ചർച്ച ചെയ്യണമെന്ന നിലപാടിലും കോൺഗ്രസ് ഉറച്ചു നിന്നതോടെയാണ് പോലീസ് ബലപ്രയോഗത്തിലേക്ക് കടന്നത്. വൈകിട്ട് 6:40ഓടെയാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത്. പോലീസിന്റെ കടുത്ത കയ്യേറ്റത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെയും KC വേണുഗോപാലിന്റെയും മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. വനിതാ പോലീസിന്റെ അഭാവത്തിൽ പുരുഷ പോലീസ് പ്രിയങ്ക ഗാന്ധിയെ ബലമായി തടയുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ കഴിയുകയായിരുന്ന പ്രിയങ്ക ഗാന്ധിയെ കാണാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നേരിട്ടെത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. വിട്ടയക്കപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അവർ ഭീരുക്കളാണ്, അവർ നമ്മെ ഭയന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് അവരെ ഭയമില്ല. രാജ്യത്തിന്റെ ഭാവിയായ കുട്ടികളുടെ ശബ്ദത്തെ കേൾക്കുന്നതിൽ എന്താണ് സർക്കാരിന് ഇത്ര പ്രശ്നം? കുട്ടികളുടെ ആവശ്യമെന്നത് തികച്ചും ന്യായമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുക എന്നത് മൗലിക അവകാശമാണ്. ആവശ്യമുള്ളിടത്തെല്ലാം ഞങ്ങൾ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും എന്ന് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.